പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനത്തിൽ ബിജെപി ബന്ധമെന്ന സൂചന നൽകി പോലീസ് എഫ്ഐആർ. കല്ലേക്കാട് ബിജെപി പ്രവർത്തകൻ സുരേഷിന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തു കണ്ടെത്തിയ കേസിലെ എഫ്ഐആറിലാണ് സുരേഷിന്റെ പങ്ക് സൂചിപ്പിക്കുന്നത്. സ്ഫോടനത്തിന്റെ തലേദിവസം സുരേഷും കൂട്ടുപ്രതിയും സ്കൂളിന് പരിസരത്തുണ്ടായിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. 3 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ബിജെപി പ്രവർത്തകനായ സുരേഷിന്റെ വീട്ടിൽ നിന്നും മനുഷ്യജീവന് അപായമുണ്ടാക്കുന്ന സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു. സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള സാമഗ്രികളും കണ്ടെത്തി. സുരേഷിന് വ്യാസവിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും എഫ്ഐആറിലുണ്ട്. സുരേഷ്, നൌഷാദ് എന്നീ പ്രതികൾ വ്യാസവിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനം നടക്കുന്നതിന്റെ തലേദിവസം അവിടെ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. പ്രതികളെ പോലീസ് കോടതിയിലേക്ക് ഇറക്കുന്ന സമയത്ത് തനിക്ക് കേസിൽ പങ്കില്ലെന്ന് നൌഷാദ് വിളിച്ചു പറഞ്ഞു. പട്ടാമ്പി കോടതി സുരേഷ്, ഫാസിൽ, നൌഷാദ് എന്നീ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വ്യാസവിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനത്തിലെ പ്രതികളുടെ പങ്ക് വ്യക്തമാകൂ. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.